രാജ്യസുരക്ഷയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം മറ്റൊരു വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത് ഈ സൈനികരുടെ നേട്ടത്തെയും ശാസ്ത്രജ്ഞരുടെ നേട്ടത്തെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നരേന്ദ്രമോദി ഉപയോഗിക്കുന്നുവെന്നാണ്. നരേന്ദ്രമോദി എന്തു പറഞ്ഞാലും അതൊക്കെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന ആളുകളാണ് എതിർപക്ഷത്തുള്ളത്. പക്ഷേ രാഷ്ട്ര താല്പര്യമാണ്, രാഷ്ട്രീയ താല്പര്യമല്ല. ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ്. രാഷ്ട്ര താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും രണ്ടാണ്. രാഷ്ട്രീയ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി അതിനെ വിനിയോഗിക്കുമ്പോഴാണ്. ഒരു നേട്ടത്തിനും വേണ്ടി വിനിയോഗിച്ചിട്ടില്ല. ഇപ്പോൾ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എല്ലാവരും എതിർത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ശാസ്ത്രജ്ഞർ കൈവരിച്ച ഒരു നേട്ടം, അതായത് ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് ഈ രീതിയിൽ ഒരു വലിയ നാടകീയമായിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അത് പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും? അല്ലെന്ന്, അദ്ദേഹം എന്ത് ചെയ്താലും രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഇതിനു മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തതിനെ എല്ലാം രാഷ്ട്രീയമായിട്ടും ഒക്കെ തന്നെയാണല്ലേ വ്യാഖ്യാനിക്കുന്നത്. ഈ വ്യാഖ്യാനിക്കേണ്ടവരുടെ സ്വാർത്ഥ താല്പര്യമാണ്. അവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിന്നെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടമാണെന്നല്ല പറഞ്ഞ്. ശാസ്ത്രജ്ഞരെയാണ് അദ്ദേഹം അഭിനന്ദിച്ചത്, DRDO ആണ് അദ്ദേഹം അഭിനന്ദിച്ചത്, ആ സ്ഥാപനത്തെയാണ് അദ്ദേഹം അഭിനന്ദിച്ചത്. അവർ കൈവരിച്ച നേട്ടമാണ്. ലോകത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ തക്ക വിധത്തിൽ അഭിമാനത്തോടു കൂടി നമ്മുടെ നാടിൻ്റെ രാഷ്ട്രത്തലവൻ അത് പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിക്കുന്നതിലൂടെ ലോകത്തെമ്പാടുമുള്ള ഭാരതീയരുടെ അന്തസ്സാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഈ ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തെയും കഴിവിനെയുമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. അതിലെന്താ തെറ്റ്? അല്ല, ഈ ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് നല്ല കാര്യമാണ്. പക്ഷേ അത് താങ്കളൊരു സമാധാന പ്രേമിയായ രാഷ്ട്രീയക്കാരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഒരു പതിവ് നയത്തിൽ നിന്നുള്ള ഒരു മാറ്റം കൂടിയായിരുന്നു. അതായത് ഇന്ത്യ പൊതുവെ പണ്ട് ചേരിചേരാ നയത്തിൽ വിശ്വസിക്കുകയും ഒരു സൗഹാർദ്ദതയുടെ പാത സ്വീകരിക്കുകയും ചെയ്ത ഇത് ഇന്ത്യ ഇപ്പോൾ ഒരു അറ്റാക്കിംഗ് മൂഡിലേക്ക്, അതായത് നമ്മൾ വന്നു കഴിഞ്ഞാൽ അടിച്ചിടും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉപഗ്രഹവേദ മിസൈൽ ഉപയോഗിച്ച് ആരെ അടിച്ചിടാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. അതാണോ പ്രധാനമായിട്ട് ഒരു വിഷയമായിട്ട്? പ്രതിരോധ ശക്തി ഒരു രാഷ്ട്രത്തിനുണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഞാൻ എൻ്റെ ശാരീരികമായ ശേഷി ഞാൻ വർദ്ധിപ്പിക്കുന്നത് മറ്റൊരാളെ ആക്രമിക്കാനാണെന്ന് എന്തിനെ വ്യാഖ്യാനിക്കുന്നു? ഞാൻ ദിവസവും ജിമ്മിൽ പോകുന്നു, ഞാൻ യോഗാസനം ചെയ്യുന്നു. എനിക്ക് ഉണ്ടല്ലോ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ ശക്തി എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിൻ്റെ തനിമയും വ്യക്തിത്വമാണ്, സ്വത്വമാണ്. ആ രാഷ്ട്രം സ്വയം പര്യാപ്തമായിട്ട് നിൽക്കുകയാണ്. ഏതൊരു രാഷ്ട്രവും അങ്ങനെ തന്നെയാണ്. അല്ല, ഇന്ത്യ ഇത്തരം കാര്യങ്ങളെല്ലാം പിന്തുണച്ചിരുന്ന അമേരിക്ക ഇതിനെ വളരെയധികം വിമർശിക്കുകയും മലിനീകരണത്തിന് വഴിതെളിക്കുകയുള്ളൊരു രാഷ്ട്രവും വിമർശിക്കാം. മറ്റൊരു രാഷ്ട്രം വളരുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ വേറൊരു രാഷ്ട്രത്തിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാം. പക്ഷേ നമ്മൾ സ്വന്തം കാലിൽ ഉറച്ചു നിന്നുകൊണ്ട് കഴിവ് നേടുമ്പോഴും ശക്തി നേടുമ്പോഴുമാണ് നമുക്ക് നിലനിൽപ്പുണ്ടാവുക ഒരു രാഷ്ട്രത്തിൽ. അല്ലെങ്കിൽ നമ്മൾ ദുർബലരാണെങ്കിൽ, നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈനികമായ ബലവും ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. നമുക്ക് ആ കഴിവില്ലായിരുന്നുകൊണ്ടല്ലേ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നത്, മുഗളന്മാർ വന്നത്. നമുക്ക് ആ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവരാരെങ്കിലും വരുമായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഈ ഒരു ബലം നേടിയെടുക്കുക, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റ് ആര് ആക്രമിച്ചാലും അതിനെ നേരിടാൻ തക്കമുള്ള കഴിവാണ്. മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള കഴിവല്ല, ഏത് തരത്തിലുള്ള ആക്രമണം എവിടെ നിന്നുണ്ടായാലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്. അതുകൊണ്ടാണ് പ്രതിരോധ വകുപ്പ് എന്നാണ് അതിൻ്റെ പേര്, അല്ലാതെ പ്രത്യാക്രമണ വകുപ്പ്. ഇത്രയും കാലം നമ്മൾ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗ്ഗം സ്വീകരിച്ചത്, ഇതിപ്പോൾ അറ്റാക്കിംഗ് മൂഡിലേക്ക് മാറി എന്നാണ് പറയുന്നത്. പ്രതിരോധിക്കാനുള്ള എല്ലാ കഴിവും അറ്റാക്ക് ചെയ്യാനുള്ളതാണ്.